അപ്പോൾ ഇത്ര നാളെ എവിടെ നോക്കിയാലും ടൂൺ ആപ്പും നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും പുതിയൊരു ട്രെൻഡ് വന്നേക്കാണ്. ടിക്ടോക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലും നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ഒരു ടൈപ്പ് 3D ഫോട്ടോസ്, അതല്ലെങ്കിൽ 3D സൂം എഫക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ 3D ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസിന് ഈ ഒരു 3D സൂം എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ഡിലേ ചെയ്യാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് CapCut വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ബൈ ചാൻസ് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തേർഡ് പാർട്ടി ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്ത നമ്മൾ നമ്മുടെ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു CapCut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ വൺസ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. നമ്മളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ 1-2 ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യാം. നമുക്ക് മാക്സിമം ഒരു റീലൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 5-6 ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സാമ്പിൾ ഒരു ഫോട്ടോ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ റേഷ്യോയിലുള്ള ഫോട്ടോസ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ വൺസ് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മീഡിയയിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കുറച്ച് എഫക്റ്റും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ സ്റ്റൈൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3D സൂം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും അല്ലെങ്കിൽ ജനറേറ്റിംഗ് എന്ന് കാണിക്കും. അപ്പോൾ വൺസ് അവർ എഫക്റ്റ് അപ്ലൈ ആയി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3D സൂം നമ്മുടെ ഫോട്ടോയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ഫോട്ടോസ് ഇങ്ങനെ ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് എല്ലാ ഫോട്ടോസിനും ഈ ഒരു 3D സൂം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് ഓവറോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ ഒരു ഷെയർ ബട്ടൺ കാണാം. നമ്മൾ ആ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് വരും. റെസൊല്യൂഷൻ നമുക്ക് 1080p തന്നെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നമുക്ക് 30 ഫ്രെയിമിലിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ നമുക്ക് നമ്മുടെ ഗാലറിയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ, പീസ്.